NIOS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2024 എക്സാം എടുക്കാറായി. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ ഈ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത മാസം ഏപ്രിൽ സെക്കൻഡ് വീക്കായിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ, തിയറി എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ്, ബാസ് റിവിഷൻ കോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഘട്ടത്തിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാസ് ക്രാഷ് കോഴ്സിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2024 ക്രാഷ് കോഴ്സ് നമ്മൾ ഫെബ്രുവരി 15 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പോകുന്നത് സബ്ജക്റ്റീവ് ആയിട്ടാണ്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മുതൽ 8 വരെ ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ടന്റ് ഒക്കെ ആയിട്ടാണ് പോവുക. അതിനടിസ്ഥാനമായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുള്ളി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫിസിക്സ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, ദെൻ മലയാളമൊക്കെ പോലത്തെ സബ്ജക്ട്സിലാണ് നമുക്ക് കണ്ടന്റ് കുറച്ചും കൂടെ വരാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ 6 മുതൽ 8 വരെ കണ്ടന്റുകളിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ നമുക്ക് ഈ ഒരു വീക്കിൽ കയറാൻ പറ്റും. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ സബ്ജക്റ്റീവ് ഏകദേശം ഒക്കെ ഓക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ പറഞ്ഞത് സബ്ജക്റ്റ് കുറച്ചും കൂടെ വേണം, ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് മാക്സിമം കിട്ടണം, ഈ ക്ലാസ് വളരെ യൂസ്ഫുൾ ആണ്, ഞങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എന്നാൽ മാത്രമല്ലേ ഞങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചും കൂടെ സബ്ജക്റ്റീവ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ പറഞ്ഞിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക്, അത് നമ്മൾ നാളെ മുതൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് ഇതുവരെ സബ്ജക്റ്റീവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് വരിക. സോ നാളെ മുതൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഒബ്ജക്റ്റീവ് ബാങ്ക് ലഭിച്ചു തുടങ്ങും. സോ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ആണ്. അതിൽ തന്നെ നിങ്ങളെ ഓരോ സബ്ജക്റ്റീവിന്റെ കണ്ടന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഒബ്ജക്റ്റീവ് കണ്ടന്റും കൂടെ നിങ്ങളുടെ ആപ്പിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ലഭിക്കും. സോ ബാസ് ക്രാഷ് കോഴ്സ് എടുത്ത കുട്ടികൾക്കും അതുപോലെ റിവിഷൻ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്കൊക്കെ നാളെ തൊട്ട് തന്നെ നിങ്ങളുടെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ സാധിക്കും. സോ ആ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100% വിജയിക്കാൻ, 100 മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റുക. കാരണം എന്താ, നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവും നമ്മൾ പറഞ്ഞ സബ്ജക്റ്റീവും കൂടിയിട്ടാണ് നമുക്ക് 100 മാർക്ക് നേടുക. 50% വെയിറ്റേജ് എന്താണ്, നമുക്ക് ഒബ്ജക്റ്റീവ് ആണ്, ബാക്കി 50% നമുക്ക് സബ്ജക്റ്റീവ് ആണ്. സോ സബ്ജക്റ്റീവ് നമ്മൾ ഏകദേശം പഠിച്ച് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ പൂർണ്ണത ഉള്ളത്. സോ ഒബ്വിയസ്ലി ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളൊക്കെ 100% വിജയിക്കാനുള്ള രീതിയിൽ മോട്ടിവേറ്റഡ് ആണ്, ഹൈലി ട്രെയിൻഡ് ആണ്. അപ്പൊ അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും നമ്മുടെ എക്സാം നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ. അപ്പോൾ ഇനിയും ബാസ് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ 3 ബാച്ചുകളും നമുക്ക് ഫില്ലായി സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും കുട്ടികൾ ചോദിക്കുക ബാസ് ക്രാഷ് കോഴ്സിൽ ഇനി ചേരാൻ സാധിക്കുമോ? അങ്ങനെ ചോദിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതുവരെ നമ്മൾ കൊടുത്ത 15 ദിവസത്തെ ക്ലാസ്സുകളും നിങ്ങൾ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്ത് തീർക്കണം. ഓക്കെ, ഇതുവരെ നമ്മൾ ഓരോ ക്ലാസ്സുകൾ അങ്ങനെ പോവുക ചെയ്തിരുന്നത്. എന്നാൽ നിങ്ങൾ ഒബ്ജക്റ്റീവിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ഇന്ന് ക്രാഷിൽ ജോയിൻ ചെയ്യാൻ, നാളെ ക്രാഷിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ ഒബ്ജക്റ്റീവിൽ വരരുത്. സബ്ജക്റ്റീവ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ബേസ്, നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയതിനു ശേഷം മാത്രം ഒബ്ജക്റ്റീവിലോട്ട് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ സബ്ജക്റ്റീവ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എക്സ്ട്രാ ടൈം എടുത്ത് സബ്ജക്റ്റീവ് പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവിലോട്ട് നമ്മുടെ മറ്റുള്ള കുട്ടികളുടെ കൂടെ നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ടൈമൊന്നും വൈകിട്ടില്ല. നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ്, നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ടൈമൊക്കെ ഇനിയും ഉണ്ട്, ടൈം ഇല്ല എന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാവുന്ന ടൈമാണ്, സ്റ്റാർട്ടിംഗ് ടൈമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലും നമ്മുടെ ബാസിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ബാസ് റിവിഷൻ കോഴ്സിലും നമുക്കറിയാം നമ്മൾ ഫെബ്രുവരി 16 മുതൽ നമ്മുടെ സബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്ത്. സബ്ജക്റ്റീവ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാരണം ഒരുപാട് കുട്ടികൾ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഒന്നും അറിയാതെയാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബേസ് ആയിട്ട്, നമുക്ക് ഫൗണ്ടേഷൻ, നമുക്ക് ജയിക്കാനുള്ള മിനിമം കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 മുതൽ 8 വരെ ചാപ്റ്റേഴ്സ് സബ്ജക്റ്റീവ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. സോ ആ ക്ലാസ്സുകളൊക്കെ എൻ്റെ എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് മാർച്ച് 5 നാളേക്ക് മുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇപ്പോൾ പഠിച്ച സബ്ജക്റ്റീവിന്റെയും അതല്ലാത്ത നമുക്ക് ഫുൾ കണ്ടന്റ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ഒബ്ജക്റ്റീവ് ബാങ്ക് ക്വസ്റ്റ്യൻസ് മക്കളെ വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നാളെ മുതൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമുക്ക് 1.5 ആഴ്ച, ഒരു 15 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് സക്സസ്ഫുള്ളി എല്ലാ കുട്ടികൾക്കും എല്ലാ ക്വസ്റ്റ്യൻസും ഹൈലൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കും. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഈ സബ്ജക്റ്റീവ് കുട്ടികൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റേജ് ഉള്ള
പോർഷൻസും കൂടെ നമ്മുടെ സബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ ആ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മളെ കുട്ടികൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ കൂടെ തന്നെ എടുക്കാൻ സാധിക്കും. സോ ഇനി നമുക്ക് വരാൻ പോകുന്ന ഒബ്ജക്റ്റീവ് ബാങ്കിലെ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് മാത്രം പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു പാത്വേയിൽ തന്നെ കുട്ടികൾ വരിക. ഓക്കെ, ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഈ ഒരു മന്തിലാണ് നടക്കുന്നത്. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളായിരിക്കും. സോ അത് നടക്കട്ടെ. അതേപോലെ നമ്മുടെ ഏപ്രിൽ മെയ്യിലായിട്ട് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരും. അതിലോട്ടുള്ള തിയറിയുടെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് സബ്ജക്റ്റീവ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇനി നാളെ മുതൽ നിങ്ങൾ ഒബ്ജക്റ്റീവിലോട്ട് കയറും. ദെൻ സബ്ജക്റ്റീവിന്റെ കുറച്ച് എക്സ്ട്രാ പോർഷൻസ് കൂടെ നിങ്ങൾ ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ അങ്ങനെ പാത്വേ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു പാത്വേയിൽ നിങ്ങൾ വരിക. ഓക്കെ, എല്ലാവരും ഒരു ഫ്ലോയിൽ തന്നെ പോവാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ്. നമ്മൾ പരീക്ഷ ചെയ്താൽ റെഡിയാണ്. പക്ഷെ വെറുതെ പോയി എഴുതാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അതിൽ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടില്ല. ഇപ്പൊ ഇത്രയും പഠിച്ചത് നമ്മുടെ ഒരു ബേസ് ഫൗണ്ടേഷൻ കണ്ടന്റുകളാണ്, ഇമ്പോർട്ടന്റ് കണ്ടന്റുകളാണ്. സോ ആ കണ്ടന്റ് അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ Q&A സെഷൻ ക്രാഷ് കോഴ്സിൽ വരും. അതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കും. സോ Q&A സെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും വേറെ നിങ്ങൾക്ക് തന്നത് രണ്ടും മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഒരു പാറ്റേൺ ആയിരിക്കും Q&A സെഷൻ എന്ന് പറയുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മുടെ ക്രാഷ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന Q&A സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ നമ്മുടെ ബാസ് റിവിഷനിലാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. അതിലും നമ്മൾ ഈ പറഞ്ഞ Q&A ക്വസ്റ്റ്യൻസ് ആണ് നൽകുക. സോ അപ്പോൾ അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. പക്ഷെ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ഇതെല്ലാം എടുത്തൊരു കുട്ടിക്ക് മാത്രമേ Q&A സെഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ പറഞ്ഞത്, ഇനിയും ക്രാഷ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ക്രാഷ് എടുത്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റീവ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഓർഡർ തന്നെ പഠിച്ചു വരിക. ഇപ്പൊ ഇന്ന് പോകുന്ന ക്ലാസ്സിലോട്ട് ആദ്യം തന്നെ വരാതിരിക്കുക. ഇതിന് മുമ്പ് പോയ ക്ലാസ്സുകളൊക്കെ അതിൽ അവൈലബിൾ ആവും. നിങ്ങളിപ്പോൾ പരീക്ഷയുടെ തലേന്ന് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ അത് ആ ഓർഡർ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇതെല്ലാം ക്ലിയർ ചെയ്തൊരു കുട്ടി, ഈ ഒരു സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും പഠിച്ച് ക്ലിയർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ പിന്നെ Q&A സെഷൻ മാത്രം മതി നമുക്ക് പരീക്ഷയുടെ തലേന്ന്. നമ്മൾ പരീക്ഷയുടെ തലേന്ന് ഒരു റിവിഷൻ ഉണ്ടാവും. അന്ന് നമുക്ക് ഫുൾ പാഠങ്ങളും ഫുൾ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കും. കുറച്ച് സമയമല്ലേ ഉള്ളൂ. സോ ആ ടൈമിലാണ് നമുക്ക് Q&A സെഷൻ ഉപകാരപ്പെടുക. എല്ലാ പ്രാവശ്യവും ക്രാഷ് കുട്ടികൾ ഈ ഒരു സെഷനിലൂടെ വന്നു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ Q&A സെഷനിൽ എത്തും. ആ Q&A സെഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. ദെൻ പരീക്ഷയുടെ തലേന്ന് അവരൊക്കെ റിവൈസ് ചെയ്ത് പോകുന്നത് ഈ ഒരു Q&A സെഷൻ മാത്രമാണ്. അതിൽ നമുക്ക് മെറ്റീരിയൽ ഉണ്ടാവും, അതിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഉണ്ടാവും, അതേപോലെ അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം സിലബസിനെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ Q&A സെഷൻ വരിക. ഓക്കെ, ഈ ബാസ് റിവിഷനിലാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഈ സെയിം Q&A സെഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മോഡൽ എക്സാം വരും. ബാസിന്റെ മോഡൽ എക്സാം ഉണ്ടാവും. ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഈ Q&A സെഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ ആ മോഡൽ എക്സാം വളരെ ഈസിയാണ് അറ്റൻഡ് ചെയ്യാൻ. ഇതെല്ലാം 1 by 1 ചെയിൻ സ്റ്റെപ്പുകളാണ്. ഒന്ന് എടുത്താലേ നമുക്ക് അടുത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്ന് കയറിയിട്ട് വേണം 2 വരാൻ, ദെൻ 3 വരാൻ, അങ്ങനെ കയറി പോവാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും Q&Aയും എടുത്തൊരു കുട്ടി മോഡൽ എക്സാമും കൂടെ എഴുതി കഴിഞ്ഞാൽ എന്റെ ടാസ്ക് തീർന്നു. എനിക്ക് പിന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയാൽ മതി. എല്ലാവരും പാസ് എന്നുള്ള ആ റിസൾട്ട് മാത്രം വന്നാൽ മതി. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയുടെ രണ്ടാമത്തെ ഘട്ടം ഒബ്ജക്റ്റീവ് ബാങ്കിലോട്ട് നമ്മൾ കടക്കുകയാണ് മക്കളെ. സോ ആരും മിസ് ചെയ്യേണ്ട. ഡോണ്ട് മിസ് ദിസ് ഒബ്ജക്റ്റീവ് ബാങ്ക്. നാളെ മുതൽ തന്നെ നിങ്ങൾ ഒബ്ജക്റ്റീവും കൂടെ പഠിച്ചു തുടങ്ങുക. സോ സബ്ജക്റ്റീവ് മറക്കരുത്. സബ്ജക്റ്റീവ് പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഒബ്ജക്റ്റീവും കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ Q&Aക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. Q&A കഴിഞ്ഞ് നമ്മുടെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അതും കഴിഞ്ഞാൽ നമ്മൾ പോയി പരീക്ഷ എഴുതുന്നു, വിജയിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളൂ. ഇന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്തോളൂ. പക്ഷേ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഒക്കെ പഠിച്ചിട്ട് വേണം നമ്മുടെ Q&A ആ ലെവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ വന്നാൽ മതി. ഓക്കെ, ഇത് വലിയ സംഭവം നല്ല ബാലികേറാൻ അല്ലെന്നല്ല, ആർക്കും എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവുന്ന സിലബസ് ആണ്. നമുക്കറിയാം Nios ഏപ്രിൽ 2024 സിലബസ് ഒക്കെ ബൈഫർക്കേറ്റ് ചെയ്ത് ഷോർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റീവും കൂടെ ആഡ് ചെയ്ത് സിമ്പിൾ ആക്കി തന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ടഫ് അല്ല, വളരെ ഈസിയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ വെറുതെ പോയി പരീക്ഷയ്ക്ക് പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാവുമെന്ന് ചോദിച്ചാൽ വളരെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും, ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഭയങ്കര ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ച് ആയിരിക്കും, വെല്ലുവിളി ആയിരിക്കും. ഇതെല്ലാം അറിഞ്ഞ് ഇതെല്ലാം ഈ ഒരു സ്റ്റെപ്പിൽ എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബാസിന്റെ ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ റിവിഷൻ ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും വാട്ട് വി ഗോയിങ് ടു ഡു, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സെഷനുകളൊക്കെ മേക്ക് ചെയ്ത് നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത്. അപ്പോൾ മക്കളെ, നമ്മുടെ ഒരു ആത്മവിശ്വാസം ഒരിക്കലും കളയാതിരിക്കുക. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാം, ആർക്കും എപ്പോൾ വേണമെങ്കിലും എഴുതി പാസ്സാകാൻ പറ്റുന്ന എക്സാം ആണ്. നമുക്കും ഇത് വളരെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. നമ്മളെ ഒരു സ്റ്റാറ്റസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഏപ്രിലിൽ നമുക്ക് സെക്കൻഡ് വീക്കായിട്ട് നമ്മുടെ തിയറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഏപ്രിൽ മെയ് മാസങ്ങളായിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എക്സാം ഉണ്ടാവുക. അതിന്റെ ഡേറ്റ് ഷീറ്റും അതിന്റെ ഒരു ഹാൾ ടിക്കറ്റാണ് നമുക്ക് ഇനി Nios ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാനുള്ളത്. ഡേറ്റ് ഷീറ്റ് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ലാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ടൈം ടേബിൾ വരും. സോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഈ ഒരു ടൈം പ്ലാനിങ് നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, ഏപ്രിൽ 2024 എക്സാം എല്ലാവരും വിജയിക്കട്ടെ. ഇത് വിജയിക്കാൻ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സാണ്. സോ ഇവിടെ നമുക്ക് വിജയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും വിജയിക്കണം.
വിജയിക്കും. വിജയിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ റിസൾട്ട് എനിക്ക് കാണിച്ചു തന്നാൽ മതി, റിസൾട്ട് എന്നോട് പറഞ്ഞാൽ മാത്രം മതി. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഒരു കോഴ്സിന്റെ അപ്ഡേഷനുമായിട്ടാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. നാളെ മുതൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് കുട്ടികൾക്ക് നൽകുകയാണ്. സോ നാളെ മുതൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. മക്കളെ, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.